എല്ലാ ദിവസവും ഇതേപോലെ മഴ വരും. നല്ല ശക്തമായിട്ടുള്ള മഴയായിരിക്കും. കുറച്ച് നേരത്തേക്കായിരിക്കും, പക്ഷെ ശക്തമായിട്ടുള്ള മഴയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരത്തേക്ക് കാലാവസ്ഥ കുറച്ച് ബെറ്റർ ആവും. പിന്നീട് വീണ്ടും അങ്ങനെ കാലാവസ്ഥ മോശമാവുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒഴുക്കിന്റെ കാര്യവും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പുഴയാണത്, റിവറാണ്. ആൻഡ് അവിടെയും ഒരു ഏകദേശം മാഡം തന്നെ പറഞ്ഞ ഏകദേശം 8 നോട്ടിൻ്റെ സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഓപ്പറേഷനിലേക്ക് ഇറങ്ങുന്ന ഡൈവേഴ്സ് ആയാലും ശരി, മറ്റ് ഈ ഇപ്പം ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടും ഇതുകൊണ്ട് ഇതിനെ നിന്നിട്ടായിരിക്കും അവർ മാനേജ് ചെയ്യുന്നത്. കാരണം ഈ കാലാവസ്ഥ പൂർണ്ണമായിട്ട് ശരിയായിട്ട് എന്നുള്ള രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പം നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ദ്രപാലൻ സാർ പറഞ്ഞ പോലെ, അഥവാ ഈ ഒഴുക്കിനെ അതിൻ്റെ ആ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി അവരതിൻ്റെ ശ്രമം നടത്തുന്നുണ്ട്. ഓൾറെഡി അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ഈ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഴയാണെങ്കിലും വലിയ രീതിയിലുള്ള ബാഡ് വെതർ ആണെങ്കിലും അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ശേഷിയുള്ളവരാണ് നേവലിൻ്റെ ഡൈവേഴ്സ്. എക്സ്ട്രീംലി കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരത് ചെയ്യുന്നുള്ളൂ. അവർക്ക് ആ റിസ്ക് എത്രമാത്രം എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ ആ ഗ്രൗണ്ടിൽ നിന്ന് അവരതിൻ്റെ അസിസ്റ്റൻസ് ചെയ്ത് അവരത് ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം തീർച്ചയായിട്ടും കാലാവസ്ഥ ഒരു വലിയൊരു ഫാക്ടറാണ്. പക്ഷെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഓപ്പറേഷന് കുറച്ചൊരു കാലതാമസം സംഭവിക്കുമെന്നല്ലാതെ അത് ഒരു അനിശ്ചിത കാലത്തേക്ക് നീണ്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ മറ്റേ ഇന്ദ്രപാൽ സർ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് കാലാവസ്ഥ ഒരു വലിയൊരു ഘടകമാണ്. ഈ ശക്തമായ മഴ പെയ്താൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത് പ്രയാസമാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നുള്ള ലൈവ് വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ശക്തമായ കാറ്റാണ്. അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ തന്നെ അത്രയും പ്രയാസമുണ്ട്. അപ്പം അത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ആ മേഖലയിൽ. നമുക്ക് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ ഐബോർഡിന്റെ പരിശോധനയിൽ മാത്രമായിരിക്കില്ലേ കറക്റ്റ് ഈ ലൊക്കേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയുള്ളൂ? കറക്റ്റാണ് മാം പറഞ്ഞപ്പോൾ കറക്റ്റാണ്. ഐബോർഡ് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും മഴ ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഇടയ്ക്കുള്ള കിട്ടുന്ന വിൻഡോ, അതായത് മഴ നിൽക്കുന്ന സമയത്ത് അതവർ ഉപയോഗിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആ ട്രക്കിന്റെ ഇപ്പോൾ ലൊക്കേഷൻ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ആ ട്രക്കിന്റെ പൊസിഷൻ എങ്ങനെയാണ് ആ ട്രക്ക് കിടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്യാബിൻ ഏത് ഭാഗത്താണ്, അതിന്റെ ബാക്കിയുള്ള ബോഡി പാർട്സ് എവിടെയൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഐബോർഡ് വെച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ ഓപ്പറേഷനിലോട്ട് പോകുന്നത്. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഴ കുറച്ചൊരു മഴ നിന്നേ മാത്രമേ സാധിക്കൂ. അപ്പം ആ ഒരു പീരിയഡിൽ അവർ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൈവേഴ്സിന്റെ കാര്യമാണ്. നേവിയുടെ ഡൈവേഴ്സും ബാക്കിയുള്ള ടീമിന്റെ കൂടെ ഒരു അവരാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോഴ് കുറച്ചൊക്കെ മഴ വന്നാലും എനിക്ക് തോന്നുന്നു അത് അവർ ആ ഗ്രൗണ്ടിലുള്ളവർ അസിസ്റ്റന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഈ ടെക്നോളജി വെച്ച് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, അതായത് ഈ ഐബോർഡ് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഴ നിന്നെ നമുക്ക് അത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചൊരു ഡിലേ ഉണ്ട്. സോ ആസ് ഇറ്റ് ഈസ് അത് കുറച്ച് ഒരു താമസമാണ് ഇപ്പം വരുന്നത്. ട്രെയിൻ റണ്ണിംഗ് ലേറ്റ് ആണെന്ന് തോന്നുന്നു, ബാറ്ററി എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഒരു കാര്യം കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി, ഇപ്പം ഇന്ദ്രപാലൻ സാർ ആദ്യം മുതൽ ഈ മിഷന്റെ ഭാഗമാകും അദ്ദേഹം എന്ന് പറഞ്ഞ സമയം മുതൽ പറയുന്നുണ്ടായിരുന്നു ഡിറ്റക്ഷൻ, അതായത് ലോറി എവിടെയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ദൗത്യം. മറ്റത് അതായത് അർജുനെ കണ്ടെത്തുക രക്ഷാദൗത്യം എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും ഡിറ്റക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ കൂടെ ഈ ഐബോർഡിന്റെ കൂടെ ഈ തെർമൽ ഇമേജിംഗ് സംവിധാനം കൂടി കൊണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം ഇപ്പം ഇന്ന് 10ാമത്തെ ദിവസമാണ്, അപ്പം അത് എത്രത്തോളം ഇവിടെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കും അർജുനെ കണ്ടെത്താൻ, ലോറിക്കകത്ത് അർജുൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ? മാം വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് അതിനെ ആൻസർ ചെയ്യാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡൈവേഴ്സിന് താഴെ പോയി ഫിസിക്കലി നോക്കിയാൽ മാത്രമേ അർജുൻ്റെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നു ചെക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ട്രക്ക് ഏത് രീതിയിലാണ് കിടക്കുന്നത്, അതിൻ്റെ പുറത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തെർമൽ ഇമേജസ് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് വരുമോ എന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലത്. പക്ഷേ സാധാരണ രീതിയിൽ ഡൈവേഴ്സ് തന്നെ താഴെ പോയി ഫിസിക്കലി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്തൊക്കെയാണ് ഡാമേജ്, എവിടെയാണ് അല്ലെങ്കിൽ ഇപ്പം ഈ കേസിൽ അർജുൻ എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയും ഇതെല്ലാം സാധിക്കുന്നെങ്കിൽ നമുക്ക് ഈ ഡൈവേഴ്സ് താഴെ പോയാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആസ് ഓഫ് നൗ ഐ തിങ്ക് നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്.